നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു കെമിസ്ട്രിയുടെ രണ്ടാമത്തെ പാഠമായ സൊല്യൂഷന്റെ ഇൻഡെക്സ് ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. പഴയ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സൊല്യൂഷൻ ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഡ്രോ ദ വേപ്പർ പ്രഷർ mole fraction curve for a non-ideal solution having positive deviation if A and B are the two volatile components. എന്താ ചോദ്യം? എയും ബിയും രണ്ട് വോളറ്റൈൽ കമ്പോണൻസ് ആണെങ്കിൽ അത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമെങ്കിൽ അതിന്റെ ഗ്രാഫ് വരയ്ക്കുക, അഥവാ അത് റെപ്രസെന്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് വരയ്ക്കുക. ഇത് റൗൾസ് ലോയിൽ നിന്ന് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷന്റെ കർവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ആണ്. വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ കർവ് ആണ്. വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ കർവ് ആണ്. ഇതില് നമുക്കറിയാം രണ്ട് കമ്പോണൻസ് ആണ് എയും ബിയും. അതിലെ കൈ എ എടുക്കുക, കൈ ബി എടുക്കുക. സോ ഇവിടെ കൈ എ is equal to 1, കൈ ബി is equal to 0. ഇവിടെ കൈ എ is equal to 0, കൈ ബി is equal to 1. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ആ കർവ് ഇങ്ങനെ വരും. So it represent P0B, it represent P0A. Curve 1 represent PA is equal to P0A into chi A. Curve 2 represent PB is equal to P0B into chi B, and P total is equal to PA plus PB. This is for Raoult's law, that is ideal solution. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചു ദ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണൻസ് ഓർ സൊല്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ് ഫ്രം റൗൾസ് ലോ. അതിന്റെ കാരണം എ ബി ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ എ എ ഓർ ബി ബി ഇന്ററാക്ഷൻ. അതിനർത്ഥം ഇവിടെയുള്ള വേപ്പർ പ്രഷർ ഓഫ് കമ്പോണൻസിന്റെയും സൊല്യൂഷന്റെയും ടോട്ടൽ വേപ്പർ പ്രഷറും കമ്പോണൻസിന്റെ വേപ്പർ പ്രഷറും റൗൾസ് ലോയിനേക്കാളും കൂടുതലായിരിക്കും. അതെങ്ങനെ സൂചിപ്പിക്കാം? അത് സൂചിപ്പിക്കാനാണ് കൂടുതലാണ്. സോ ടോട്ടൽ പ്രഷറും കൂടുതലായിരിക്കും. സോ ആ പോസിറ്റീവ് ഡീവിയേഷൻ കർവ് ഈ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണൻസിനെക്കാളും അതുപോലെ സൊല്യൂഷനെക്കാളും കൂടുതലായിരിക്കും. സോ ദിസ് ഇസ് ദാറ്റ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓർ കമ്പോണൻസ് ആർ ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ് ഫ്രം റൗൾസ് ലോ. ഇത് വരയ്ക്കാനാണ് ചോദിച്ചത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, calculate the depression in freezing point of 0.2 molar solution if K for water is 1.86 Kelvin kilogram mole inverse. ചോദ്യത്തിലെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ആണ്. സോ നമുക്കറിയാം റിലേഷൻ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. സോ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ആണ്. KF ഓടെ 1.86 തന്നിട്ടുണ്ട്. സോ KF is equal to 1.86 കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. മൊളാലിറ്റി തന്നിട്ടുണ്ട്. അവിടെ 0.02 മോളാലാണ്. സോ 0.2 മോളാലാണ് അവിടുത്തെ മൊളാലിറ്റി. എങ്കിൽ ഡെൽറ്റ ടി എഫ് is equal to 1.86 into 0.2. Answer is 2612.73. So 0.372 Kelvin. So depression freezing point is 0.372 Kelvin. Another question. A solution contains 15 gram urea, molar mass 60 gram per mole, per liter of solution in water has the same osmotic pressure as a solution of glucose. Molar mass 180 gram per mole in water. Calculate the mass of glucose present in 1 liter of its solution. ഇത് ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ നമ്മൾ ആ രണ്ട് സൊല്യൂഷനെ ഐസോട്ടോണിക് എന്നാണ് വിളിക്കുക.
ഐസോട്ടോണിക് സൊല്യൂഷന്റെ കേസിൽ നമുക്കറിയാം π1 = π2 ആണ് പഠിച്ചു. അതുകൊണ്ട് n1 = n2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ W1/m1 = W2/m2 ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എങ്കിൽ ഇവിടെ 15 ഗ്രാം യൂറിയ, സോ W1 = 15 ഗ്രാം യൂറിയ. അതിന്റെ മോളാർ മാസ്, യൂറിയന്റെ മോളാർ മാസ് 60 gram/mol തന്നിട്ടുണ്ട്. എങ്കിൽ W2 എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, മാസ് ഓഫ് ഗ്ലൂക്കോസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട് 180 gram/mol. എങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 15/60 = അൺനോൺ ആയ W2/180. ഗ്ലൂക്കോസിന്റെ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ W2 = 15 × 180/60. സോ 180 63. സോ 3 × 15 = 45 gram. അപ്പൊ ഐസോട്ടോണിക് സെയിം ഓസ്മോട്ടിക് പ്രഷറുള്ള ആ സൊല്യൂഷനിലെ ഗ്ലൂക്കോസിന്റെ മാസ് 45 gram. എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. Define minimum boiling azeotrope with example. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മിനിമം ബോയിലിംഗ് അസോട്രോപ്പ് എന്ന് പറഞ്ഞാല് the solution showing positive deviation is called the minimum boiling point azeotrope. ആ രണ്ട് കമ്പോണൻസുകൾ ചെയ്യുന്ന സൊല്യൂഷൻ ഒരു കോൺസ്റ്റന്റ് ബോയിലിംഗ് പോയിന്റിൽ ബോയിൽ ചെയ്യുകയും അയാൾ ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലും ഒരേ കമ്പോസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അവർ രണ്ട് കമ്പോണൻസിന്റെയും ഇൻഡിവിജ്വൽ ബോയിലിംഗ് പോയിന്റിനേക്കാളും താഴെയായിരിക്കും ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് എത്തനോളും വാട്ടറും. സോ എത്തനോള് 351.4 കെൽവിനിൽ ബോയിൽ ചെയ്യുമ്പോൾ വാട്ടർ 373 കെൽവിനിൽ ബോയിൽ ചെയ്യുന്നു. രണ്ടാളും ചേർന്ന സൊല്യൂഷൻ ഒരു അസോട്രോപിക് മിക്സർ ആകുമ്പോൾ അത് 351.1 കെൽവിനിൽ ബോയിൽ ചെയ്യുന്നു. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ്. അപ്പോൾ അത്തരം സൊല്യൂഷന്റെ പേരാണ് മിനിമം ബോയിലിംഗ് പോയിന്റ് അസോട്രോപ്സ്. ദി സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഈസ് കോൾഡ് മിനിമം ബോയിലിംഗ് പോയിന്റ് അസോട്രോപ്സ്. എക്സാമ്പിൾ എത്തനോൾ ആൻഡ് വാട്ടർ. അടുത്ത ചോദ്യം. Henry's law is related to solubility of a gas in liquid. State Henry's law. Write the two applications of Henry's law. Direct question ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. So Henry's law state that the solubility of a gas in a given solvent at a particular temperature is directly proportional to the pressure of the gas. അതിനാണ് application ആണ് soda water, making of soda water. Aquatic animals are more comfortable in cold water than hot water. Scuba divers suffered by burns and mountaineers suffered by anoxia. ഇതൊക്കെ അതിന്റെ applications ആണ്, നിങ്ങൾക്ക് എഴുതാം, എളുപ്പമാണ്. അടുത്ത ചോദ്യം. 1000 cm³ of an aqueous solution of a protein contains 1.26 gram of protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10⁻³ bar. Calculate the molar mass of protein. Molar mass ആണ് കാണുന്നത്. R is equal to 0.083 liter bar Kelvin per mole എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ റിലേഷൻ അറിയാം. ഓസ്മോട്ടിക് പ്രഷർ pi is equal to WBRT into 1000 divided by MB into volume in ml. നമുക്ക് തന്നിരിക്കുന്ന ആളെ നോട്ട് ചെയ്യാം. പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. pi is equal to ഓസ്മോട്ടിക് പ്രഷർ equal to 2.57 × 10⁻³ bar ആണ്. WB 1.26 gram പ്രോട്ടീൻ ആണ് ആഡ് ചെയ്തത്. ആറിന്റെ വാല്യൂ ബാറിൽ 0.083 ആണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 കെൽവിൻ ആണ്. ടെമ്പറേച്ചർ 300 കെൽവിൻ. MB ആണ് കണ്ടുപിടിക്കേണ്ടത്. മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഇൻ ml ഈസ് 1000 cm³ അഥവാ 1000 ml. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ MB ആണ് കാണുന്നത്. സോ MB is equal to WBRT into 1000 divided by pi into B. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MB is equal to 1.26 into 0.083 into 300 into 1000 divided by
2.57 10 raised to minus 3 into 1000. 12,207.782 gram per mole in the molar mass of protein. എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡെഫിനിഷൻ ആണ്. ദ മിനിമം എക്സസ് പ്രഷർ ദാറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടു more concentrated solution through a semi-permeable membrane. Simply, the minimum excess pressure that has to be applied to prevent osmosis. എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള ഉത്തരമായി. അടുത്ത ചോദ്യം ഒരു പ്രോബ്ലമാണ്. 1 gram of a non-electrolyte solute dissolved in 50 gram of benzene lowered the freezing point of benzene by 0.4 Kelvin. The freezing point depression constant of benzene is 5.12 kilogram per mole. Find the molar mass of the solute. Depression in freezing point എന്നുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ molar mass of solute depression freezing point the colligative property ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. So what is the equation? Delta TF is equal to KF into WB into 1000 divided by MB into WA. So delta TF തന്നിട്ടുണ്ട് depression freezing point 40 Kelvin, KF തന്നിട്ടുണ്ട് 5.12, WB തന്നിട്ടുണ്ട് എത്ര ഗ്രാം സൊല്യൂട്ട് ആണ് ആഡ് ചെയ്യുന്നത്? 1 gram സൊല്യൂട്ട് ആണ് ആഡ് ചെയ്യുന്നത്. WA എത്ര ഗ്രാം ബെൻസീനിലേക്കാണ്? 50 gram ബെൻസീൻ എങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? MB ആണ് കണ്ടുപിടിക്കേണ്ടത്, molar mass of solute. So molar mass of solute MB is equal to KF into WB into 1000 divided by delta TF into WA. So what is 5.12 KF, WB 1000 divided by what is delta TF? 0.40 into WA 50 gram. So MB is equal to 256 gram. So the answer is 256 gram. അടുത്ത ചോദ്യം. In a solution of components A and B at molecular level, AB interaction are weaker than those of AA or BB interaction. Then this type of deviation is shown by the solution is called dash. ഉത്തരം അറിയാം. It's a positive deviation. So positive deviation AB interaction is weaker than AA or BB. Negative deviation ആണെങ്കിൽ AB interaction stronger than A or BB. Example chloroform acetone. അവിടെ chloroform acetone തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. എന്നാൽ പോസിറ്റീവ് ഡീവിയേഷനിൽ എത്തനോൾ ആൻഡ് അസറ്റോൺ, എത്തനോളിന്റെ ഹൈഡ്രജൻ ബോണ്ടിനെ അസറ്റോൺ എന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോൾ AB interaction is weaker than AA or BB interaction. പോസിറ്റീവ് ഡീവിയേഷൻ. സോ ഇവിടുത്തെ ഉത്തരം പോസിറ്റീവ് ഡീവിയേഷൻ. അടുത്ത ചോദ്യം. A 5% solution by mass of cane sugar C12H22O11 in water has a freezing point of 271 Kelvin. Calculate the freezing point of 5% by mass solution of glucose in water. Freezing point of pure water is 273.15 Kelvin. എന്താ ചോദ്യം? വെള്ളത്തിലേക്ക് 5% മാസുള്ള ഒരു പഞ്ചസാര കെയിൻ ഷുഗർ ആഡ് ചെയ്തപ്പം ഫ്രീസിംഗ് പോയിന്റ് 271 എങ്കിൽ 5% ഗ്ലൂക്കോസ് ചേർത്ത വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്ര? അപ്പൊ TF ആണ് കാണേണ്ടത്. TF ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. അത് ഷുഗറിൻ്റെത് തന്നിട്ടുണ്ട്, ഗ്ലൂക്കോസിൻ്റെതാണ് കാണേണ്ടത്. അപ്പൊ ഈ ഗ്ലൂക്കോസിന്റെ എന്ത് കാണണം? ഗ്ലൂക്കോസ് ആഡ് ചെയ്ത ശേഷമുള്ള ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പം നമ്മളെ മുമ്പിൽ ആദ്യത്തെ കെയിൻ ഷുഗറിന്റെ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ KFന്റെ വാല്യൂ, KF ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, KFന്റെ വാല്യൂ കാണും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാണ് ഡെൽറ്റ TF is equal to KF into WB into 1000 divided by MB into WA. Delta TF ആണ് 273.15 minus 271 is equal to KF അറിയില്ല, KF into WB എന്ന് പറഞ്ഞാൽ 5% ആണ്. 5% solution, 5%
കെയിൻ ഷുഗർ ബൈ മാസ് എന്ന് പറഞ്ഞാൽ 5 gram C12H22O11 in 100 gram water. അപ്പോൾ 5 gram in 100. അപ്പോൾ KF 5 WB 5 into 1000 divided by MB എന്ന് പറഞ്ഞാൽ കെയിൻ ഷുഗറിന്റെ 342 ആണ്. C12H22 ന്റെ മോളാർ മാസ് 342 ആണ് into 100 grams of weight of solvent. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഉത്തരം 273.15 minus 271 is answer is 2.15. So 2.15 is equal to KF into 5 into 1000 divided by 342 into 100, and KF is equal to 2.15 into 342 into 100 divided by 5 into 1000 is equal to 14.72. So KF is 14.72 Kelvin kilogram per inch. ഈ KF ഉപയോഗിച്ച് ഞാൻ അത് കാണണം 5% കെയിൻ ഷുഗർ ഗ്ലൂക്കോസ്. 5% ഗ്ലൂക്കോസ് മീൻസ് 5 gram glucose C6H12O6 in 100 gram water. അവിടെ കൊടുക്കുമ്പോൾ ഡെൽറ്റ TF is equal to KF into WB into 1000 divided by MB into എന്ത് വരും WA. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ T0F മൈനസ് TF ആണ് is equal to KF 14.72 into WB 5 into 1000 divided by MB 180. ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് 180 into W 100. So T0F നമുക്കറിയാം, T0F എന്ന് പറഞ്ഞാൽ 273.15 ആണ്. പ്യുവർ സോൾവെന്റ് പ്യുവർ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് 273.15 minus TF. The answer of this 4.06. So with solve ചെയ്താൽ 4.06. So TF is equal to 273.15 minus 4.06. So freezing point of solution containing glucose is equal to 269.009 Kelvin. The answer is 269.09 Kelvin is the freezing point of solution containing 5% by mass of glucose. അവിടെ ആദ്യത്തെ ഡേറ്റന്ന് നമ്മൾ KF കണ്ടു. ആ KF എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ KF കൊടുത്തു, അവിടെ TF കണ്ടെത്തി. ഇതാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഗിവിംഗ് ദ വാല്യൂ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ I for complete dissociation of solute. So salt, sodium chloride NaCl, Al2SO4 thrice, K2SO4, AlNO3 thrice. 3 ആണ് സോൾട്ടുകൾ ഉള്ളത്. കംപ്ലീറ്റ് ഡിസോസിയേഷൻ കണക്കാക്കി വാൻ ഹോഫ് ഫാക്ടർ കൊടുക്കുക. ഒരു പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ വാൻ ഹോഫ് ഫാക്ടർ കൊടുക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് NaCl ഡിസോസിയേറ്റ് ഇൻടു Na+ and Cl-, therefore I value is 2. Then Al2SO4 thrice dissociate 2Al3+ plus 3SO4 2-, 3SO4 2-. So total I value is 5. Then K2SO4 dissociate 2K+ and 1SO4 2-, or 2 plus 1 I value is 3. Then AlNO3 thrice, Al3 plus 3NO3 minus is equal to 3 plus 1 is equal to 4. So the van Hoff factor I value of the electrolyte NaCl complete dissociation kanakkakkumbol 2, Al2SO4 thrice 5, K2SO4 3, AlNO3 thrice 4. Simple question aanu kadakku. അടുത്ത question. For ethanol acetone mixture, solute solvent interaction is weaker than solute and solvent. That means AB interaction is weaker than A or BB interaction. Does this solution obey Raoult's law? AB interaction same ആണെങ്കിലാണ് AB interaction is same as that of A or BB interaction ആണ് Raoult's law obey ചെയ്യുന്നത്. That is ideal solution. ഇവിടെ AB interaction അപ്പോൾ solute solvent interaction weaker ആണ് എങ്കിൽ ഇത് Raoult's law obey ചെയ്യൂല. So answer is no. So the solution does not obey Raoult's law. Give the vapor pressure mole fraction graph for this solution. അത് ഓൾറെഡി മുകളിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. സോ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് വരയ്ക്കണം അവിടെ.
സോ പോസിറ്റീവ് ഡിവിഷൻ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞതാണ്. ആ ഗ്രാഫ് തന്നെ വരയ്ക്കരുത്. സോ ദി സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ, ഇറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, what is mean by positive and negative deviation from Raoult's law, and how is the sign of enthalpy change related to positive and negative deviation? So what is mean by positive and negative deviation? Positive deviation from Raoult's law means the vapor pressure of components or solution are greater than that expected from Raoult's law. Negative deviation, the vapor pressure of components or solution is less than that expected from Raoult's law. So all non-ideal solution, delta V mix not equal to 0. So delta V mix not equal to 0, delta H mix not equal to 0. So in case of positive deviation, positive delta H greater than 0, delta H greater than 0 ആയിരിക്കും. In case of negative deviation, delta H less than 0 ആയിരിക്കും. അതാണ് എന്തൽപി ചെയ്യുന്ന സൈന്. ഡെൽറ്റ H greater than 0, ഡെൽറ്റ H less than 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H greater than 0 means delta H is equal to positive, delta H less than 0 means delta H is negative. അപ്പോൾ ഈ ചോദ്യത്തിൽ what is sign of enthalpy change in positive and negative deviation? Clear ആയി പറയാം, delta H positive for positive deviation, delta H negative indicate negative deviation. Okay, അടുത്ത ചോദ്യം, the value of Van Hoff factor I for aqueous KCl is close to 2, and while that of ethanoic acid in benzene is nearly 0.5. Give reason. ഇത് Van Hoff factor ആണ്. സോ KCl ന്റെ I ന്റെ വാല്യൂ, aqueous KCl ന്റെ I ന്റെ വാല്യൂ നിയർലി എന്താണ് 2 ആണ്. പിന്നെ എഥനോയിക് ഗ്യാസ് അഥവാ CH3COH ന്റെ I ന്റെ വാല്യൂ നിയർലി 0.5 ആണ്. ഗിവ് റീസൺ. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, the I is 2 due to dissociation. so I ന് 2 ആവാനുള്ള കാരണം ഡിസോസിയേഷനും 0.5 ആവാനുള്ള കാരണം ആരാണ്? അസോസിയേഷനുമാണ്. അപ്പോൾ the answer KCl, aqueous KCl ന്റെ I ന്റെ വാല്യൂ 2 ആവാൻ കാരണം it is dissociation of electrolyte. ethanoic acid I ന്റെ വാല്യൂ 2.5 ആവാനുള്ള കാരണം it is due to association of ethanoic acid exists as dimer. And the last question is state Raoult's law. ഇവിടെ Raoult's law എന്ന് പറഞ്ഞത് Raoult's law of liquid solution ആണ്. What are ideal solutions? Write two properties of ideal solution. What type of deviation shown by the mixture of chloroform and acetone? Give reason. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് to state Raoult's law. Raoult's law state that the vapor pressure of a component in a liquid mixture is directly proportional to the mole fraction of that component in the solution, or vapor pressure of component in a liquid mixture, volatile liquid mixture, is equal to the mole fraction of that component multiplied with the vapor pressure of that component in pure state. What are ideal solution? The solution which obey Raoult's law is called ideal solution. The conditions, so two properties of ideal solution: delta V mix is equal to 0, delta H mix is equal to 0. And what type of deviation shown by mixture of chloroform and acetone? It is negative deviation. കാരണം AB interaction is stronger than AA or BB. അവിടെ ക്ലോറോഫോം അസറ്റോൺ നമ്മൾ ഹൈറ്റ് ആൻഡ് ബോണ്ടിങ് ഫോം ചെയ്യുന്നത് കൊണ്ട് ആ ഹൈറ്റ് ആൻഡ് ബോണ്ട് ഫലമായിട്ട് AB interaction stronger ആവുകയും BB യെക്കാളും AA യെക്കാളും അതുകൊണ്ട് they shows negative deviation. That is the vapor pressure of compound or solution is less than that expected from Raoult's law. നമ്മളപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 15 ചോദ്യങ്ങൾ, 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ചെയ്തു. ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് നമ്മുടെ സൊല്യൂഷൻ നമ്മൾ വർക്ക് ചെയ്തു. എല്ലാവരും ഇത് നോട്ടിലേക്ക് എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക, പരീക്ഷയ്ക്ക് ഉന്നത മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു.